മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ SITയുടെ ആദ്യ റിപ്പോർട്ട് ഇന്ന്. ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പേർക്കെതിരെയും നടപടി വന്നേക്കുമെന്നാണ് സൂചന. അതേസമയം ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകുമെന്നും വിവരങ്ങളുണ്ട്. നമുക്കറിയാം, നേരത്തെ രക്ഷാപ്രവർത്തനമെന്ന് മുൻ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച സ്ഥലത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്നത് വധശ്രമമായി മാറുന്നു എന്നുള്ള അപൂർവത കൂടിയുണ്ട്. 1.5-2 വർഷത്തിന് ശേഷം അപൂർവത കൂടിയുണ്ട് ഈ കേസിന്. ഇതിപ്പോൾ 5 പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രതികൾക്കെതിരെ നടപടി ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഇന്ന് തന്നെ മന്ത്രിസഭായോഗം ഇത് പരിഗണിച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ആലപ്പുഴയിൽ കണ്ട സംഭവം, അത് ആലപ്പുഴ മണ്ഡലത്തിൽ അവിടുത്തെ CPMന്റെ സിറ്റിംഗ് MLA ചിത്തരഞ്ജന്റെ പരാജയത്തിലേക്ക് പോലും എത്തിച്ച പശ്ചാത്തലമൊരുക്കി. അത് ഗൺമാന്മാരാണ്, രക്ഷാപ്രവർത്തകരാണെന്ന് പരാജയപ്പെടുത്തിയതെന്ന് ചിത്തരഞ്ജൻ പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എത്രത്തോളം കടുക്കും കാര്യങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടന്ന അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ SIT അടിയന്തര റിപ്പോർട്ട്, അതായത് പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഈ FIR രേഖപ്പെടുത്തിയിരുന്നത് അനിൽ കലിയൂറും സന്ദീപും കണ്ടാലറിയാവുന്ന 3 പേർ എന്നായിരുന്നു FIR രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ 3 പ്രതികളെ കൂടെ ഈ കേസിനകത്ത് ചേർത്തിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കലിയൂർ, ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ സന്ദീപ്, അവരെ കൂടാതെ അനിൽ, ഷൈജു, ഒപ്പം തന്നെ വിപിൻ, അരുൺ തുടങ്ങിയവരെ കൂടി ഈ കേസിൽ പുതുതായി ചേർത്തിട്ടുണ്ട്. അതായത് ഷൈജു, വിപിൻ, അരുൺ തുടങ്ങിയ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി ആണ് ഈ കേസിൽ ഇപ്പോൾ പുതുതായി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ആലപ്പുഴ കോടതിയിൽ SIT നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിലെ പ്രധാന സാക്ഷികളായ AD തോമസിനെയും അജി കുര്യാക്കോസിനെയും മാധ്യമപ്രവർത്തകനായ ജോജി മോനെയും ക്രൈംബ്രാഞ്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നായിരുന്നല്ലോ ഈ കേസ് റെഫർ ചെയ്ത് തള്ളാനായി ക്രൈംബ്രാഞ്ച് നൽകിയ ഒരു വിശദീകരണം. പക്ഷേ ഇത്തവണ ദൃശ്യങ്ങൾ വെച്ചുള്ള മൊഴി രേഖപ്പെടുത്തലായിരുന്നു എന്നതായിരുന്നു പ്രത്യേകത. അതിൽ തന്നെ നേരത്തെ മാധ്യമപ്രവർത്തകർ നൽകിയ ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്നുള്ളതാണ്. എന്നാൽ ആദ്യ റിപ്പോർട്ടിൽ, അതായത് കേസ് തള്ളാൻ വേണ്ടി നൽകിയ റിപ്പോർട്ടിൽ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും ഇല്ലായിരുന്നു എന്നായിരുന്നു ആ റഫർ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ അതിന് തികച്ചും വിരുദ്ധമായിട്ട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി, ഒപ്പം തന്നെ DYSP അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബിജു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. ഇതിൽ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതായത് ADGP MR അജിത് കുമാറാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസ് റിപ്പോർട്ട് തിരുത്തുന്നതിനടക്കമുള്ള ഇടപെടൽ നടത്തിയതെന്ന് അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് DYSP സുനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ തുടർച്ചയായി അവിടെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി എന്നും മാനസികമായി അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഉൾപ്പെടെയുള്ള കീഴുദ്യോഗസ്ഥരുടെ മൊഴി SITക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാറിനെതിരെയും അന്വേഷണം ഉണ്ടാകും. വകുപ്പ് തല നടപടികളോ കാര്യങ്ങളോ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷെ എന്തായാലും പ്രാഥമികമായി ഈ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളതും ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതും അതിനകത്ത് ഈ കേസ് കൃത്യമായി അന്വേഷിക്കാതെ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും സ്ഥിരീകരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് കൈമാറും. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്.